ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദിഷ്ട എരുമേലി പ്രോജക്ട് സ്റ്റേ ചെയ്തെന്ന് വ്യക്തമല്ലേ? അവിടെ ക്ലിയർ, അവിടെ പ്രശ്നം, അവിടെ കേസല്ലേ? അവിടെ എന്തായാലും പ്രശ്നങ്ങളാണ്. ഫയൽ ഗ്രീൻ കിടക്കുന്നല്ലാതെ വേണ്ടത്ര നിലയിൽ പത്തനംതിട്ട കളക്ടറോ കുടുംബ വില്ലേജ് ഓഫീസറോ പഠിക്കുകയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മലയോര ഹൈവേ എന്ന് പറയുന്ന ഒരു റോഡ് മാത്രമാണ് ചെറുവള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആ എയർപോർട്ടിനുള്ളത്. വേറെ ഒരു കണക്റ്റഡ് റോഡും ഇല്ല. 2 റൺവേക്കുള്ള സ്ഥലം ഉണ്ടെന്നാണ് ഏവിയേഷൻകാർ ഇവിടെ പഠനം നടത്തിയിട്ട് പറഞ്ഞത്. മറ്റൊരു സ്ഥലത്തും കേരളത്തിൽ ഇത്രയും അനുയോജ്യമായ സ്ഥലം വേറൊരിടത്തില്ല. സർക്കാരിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ പോലും മുടക്കാതെ റവന്യൂ ഭൂമിയാണ് കൈക്കിടുന്നത്. അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാന്തപ്രദേശങ്ങൾ, കേരളത്തിൻ്റെ കിഴക്കൻ മേഖല മുഴുവൻ നല്ല രീതിയിൽ വികസനം കാണാനായിട്ട് ഒക്കുന്നൊരു പദ്ധതിയാണ്. ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ ആ സർക്കാരിന് ഏറ്റവും അവരുടെ ശിരസിൽ ഒരു പൊൻതൂവലായിട്ട് മാറും. നമ്മൾ എരുമേലിയിൽ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റുപാടും കിടക്കുന്ന വനത്തില് വന്യമൃഗങ്ങൾ ഒരുപാടുണ്ട്. അതിനെല്ലാം നാശം ഉണ്ടായിക്കൊണ്ടിരിക്കും. നമസ്കാരം. ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവള പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള സർക്കാർ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. വിമാനത്താവള പദ്ധതിക്കായി ഏറ്റവും കുറഞ്ഞ ഭൂമി എത്രയെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ നടപടി റദ്ദാക്കിയിരിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. എരുമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റിൽ 2570 ഏക്കറോളം ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് സർക്കാർ പഠനമൊക്കെ നടത്തിയത്. എന്നാൽ പദ്ധതിക്കായി ഇത്രയധികം ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. വിദഗ്ധ സമിതിയുടെ സാമൂഹിക ആഘാത പഠനവും വിദഗ്ധ സമിതി റിപ്പോർട്ടുമൊക്കെ അത്ര ഗൗരവത്തോടെയല്ല എടുത്തിരിക്കുന്നതെന്നും ജസ്റ്റിസ് സി ജയേന്ദ്രൻ ഉത്തരവിൽ വിലയിരുത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയിൽ തന്നെ കൊടുമൺ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അധീനതയിൽ ഏതാണ്ട് 3000 ഏക്കറോളം സർക്കാർ ഭൂമി ഉണ്ട് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുകയാണ്. കൊടുമൺ പ്രദേശത്തെ ആക്ഷൻ കൗൺസിലാണ് ഇത്തരത്തിൽ ഇവിടെ റവന്യൂ ഭൂമി ശബരിമല വിമാനത്താവളത്തിനായി ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ ഏറെ വർഷങ്ങളായി അവർ സമരം ചെയ്യുകയാണ്. നിയമ പോരാട്ടത്തിലാണ്. ഇപ്പോൾ അതിൻ്റെ ഭാരവാഹികൾ നമ്മളോട് സംസാരിക്കും. ശബരിമല വിമാനത്താവളത്തിനായി പത്തനംതിട്ടയിലെ കൊടുമണ്ണുള്ള റവന്യൂ ഭൂമി ഏറ്റെടുക്കണമെന്ന ആവശ്യമായി വർഷങ്ങളായി സമരം നടത്തുന്ന കൊടുമൺ ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറായ ഡോക്ടർ വർഗീസ് പേരയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന നിർദ്ദിഷ്ട ഭൂമിയായ ചെറുവള്ളി എസ്റ്റേറ്റ് അത് ഏറ്റെടുക്കരുത് എന്ന് ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ വിഷയം ഉന്നയിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചതാണ്. ഹൈക്കോടതി ഞങ്ങൾ റിട്ട് ഫയൽ ചെയ്തു. ഹൈക്കോടതി പഠിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിലേക്ക് അവർ നിർദ്ദേശം കൊടുത്തു. പുതിയ ശബരിമല എയർപോർട്ട് പഠിക്കുന്ന കൂട്ടത്തിൽ കൊടുമണ്ണ് കൂടി പഠിക്കണമെന്ന് പറയുകയും ആ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു. ചീഫ് സെക്രട്ടറി അത് പത്തനംതിട്ട കളക്ടർക്ക് നിർദ്ദേശം കൊടുത്തു. കളക്ടർ അത് വന്ന് ഇവിടെ അടൂർ തഹസിൽദാർക്ക് കൊടുത്തു. തഹസിൽദാർ കൊടുക്കും വില്ലേജ് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ നിയമ നടപടി നടക്കുന്നതല്ലാതെ ഫയൽ ഗ്രീൻ കിടക്കുന്നതല്ലാതെ വേണ്ടത്ര നിലയിൽ പത്തനംതിട്ട കളക്ടറോ കുടുംബ വില്ലേജ് ഓഫീസറോ പഠിക്കുകയോ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് ഞങ്ങൾ ഇരിക്കുകയാണ്. ഇത് ഇവിടം കൂടി കൊടുമണ്ണ് കൂടി പഠിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നിട്ടുമുണ്ട്. പക്ഷെ അതിൽ അനാസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ അവിടുത്തെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പം കൊടുമണ്ണാണ് ഏറ്റവും അനുയോജ്യമെന്നാണ് നിങ്ങൾ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദിഷ്ട എരുമേലി പ്രോജക്ട് സ്റ്റേ ചെയ്തെന്ന് വ്യക്തമല്ലേ? അവിടെ ക്ലിയർ, അവിടെ പ്രശ്നം, അവിടെ കേസല്ലേ? അവിടെ എന്തായാലും പ്രശ്നങ്ങളാണ്. ഇവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെ കേസില്ല. ഞങ്ങൾക്ക് കോടതി വിധി തന്നേക്കുന്നത് ഇതിനെതിരായിട്ടല്ല, ഇതിവിടെ പഠിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സംസ്ഥാന ഗവൺമെൻറ് കൊടുത്തിരിക്കുകയാണ്. എത്ര ഭൂമിയാണ്? 1200 ഹെക്ടറാണ് ഇവിടെ സർക്കാരിൻ്റെ കിടക്കുന്നത്. 1200 ഹെക്ടർ എന്ന് പറയുമ്പോൾ 3000 ഏക്കർ സ്ഥലം കിടക്കുകയാണ്. അതിലൊക്കെ ഉപരി ഇത് സമീപത്തിൽ ഇഷ്ടംപോലെ നല്ല റോഡുകൾ, നമ്മുടെ മൂവാറ്റുപുഴ പിറവം റോഡ്, കായംകുളം മുതൽ റോഡ്, MC റോഡ്, തിരുവനന്തപുരം കോട്ടയം MC റോഡ് കിടക്കുന്നു, നമ്മുടെ കോഴഞ്ചേരി പത്തനംതിട്ട റാന്നി പോകുന്ന റോഡ്, അങ്ങനെ റോഡുകൾ നല്ല ഒന്നാന്തര റോഡിലാണ് ഈ കൊടുമൺ പ്ലാന്റേഷന് 4 ഭാഗത്തുള്ളത്. അതുകൂടാതെ ഒരുപാട് ആരാധനകളുണ്ട്. അത് ഒരാൾക്കൊരു ആവശ്യം വന്നാൽ എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട വരുന്നവർ ഒരു യാത്രക്കാരന് ഇത് പ്രശ്നം വന്നാൽ മിനിറ്റുകൾക്ക് എത്തിക്കത്തക്കോണം ഏറ്റവും അടൂരിനടുത്തുള്ള ചായലോട്ട് മെഡിക്കൽ കോളേജ് മുതൽ തിരുവല്ല പുഷ്പഗിരി തൊട്ട് തിരുവല്ല വില്ലേജ് ആശുപത്രി തൊട്ട് എന്നിട്ട് ഗവൺമെൻറ് കോന്നി മെഡിക്കൽ കോളേജ് കിടക്കുകയാണ്. അങ്ങനെ ഇത്രയും ആയുർവേദ ആരോഗ്യരംഗത്ത് ഇത്രയും ഒരു സഹകരണം, ഒരു ഹെൽപ്പ് കിട്ടുന്ന സമയത്ത് ഇവിടെയല്ലേ വരേണ്ടത് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ. സെൻ്ററാണ് പത്തനംതിട്ടയുടെ സെൻ്ററാണ്, മധ്യതിരാങ്കൂർ സെൻ്ററാണ്. ഇവിടെ വന്നാൽ നമ്മൾ തന്നെയല്ല കേരളത്തിലെ ആൾക്കാർ മാത്രമല്ല, ഇവിടുന്ന് ചെങ്കോട്ടപ്പാൻ പൊന്നൂപ്പാൻ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. തമിഴ്നാട്ടുകാർ മുഴുവൻ ഇവിടെ വരും. അവർക്ക് മദ്രാസ് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ എല്ലാം കൊണ്ട് ഇത് വളരെ കൊമേഴ്സ്യലി പിടിച്ചു നിൽക്കുന്ന ഒരു എയർപോർട്ടായിട്ട് മാറും. നാട്ടുകാർ ഏറെക്കാലമായി ഇതിന് വേണ്ടിയിട്ടൊരു ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് സമരമൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ്. അതിനകത്തിലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വർഗീസ് സാർ പറഞ്ഞേക്കുന്ന മാതിരി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെങ്കോട്ട് തൊട്ടിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ എയർപോർട്ട് വരെ വരുന്നതിന് 95 കിലോമീറ്റർ മതി അവർക്ക് ഈ എയർപോർട്ടിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ. ഇവിടുത്തെ ഡൊമസ്റ്റിക് സർവീസിനായി കഴിഞ്ഞ് കഴിഞ്ഞാലും വളരെയേറെ
സാഹചര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ മധ്യ തിരുവിതാംകൂറിലെ കാർഷിക വിളകൾ മറ്റുള്ള പ്രദേശത്തേക്ക് എത്തിച്ചേർക്കുന്നതിനും പോരെങ്കിൽ വിദേശത്ത് വരെ എത്തിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അതേസമയം ഇത് എരുമേലിയിലേക്ക് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രദേശത്തും അതുപോലെ തന്നെ ഒരേ സീസണിലേക്ക് മാത്രമേ നമുക്ക് അതിൻ്റെ സാധ്യതകളുള്ളൂ, യാത്രാ സാധ്യതകളുള്ളൂ. അതേസമയം ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദേശ ആൾക്കാർ വന്നിറങ്ങുന്ന ഏറ്റവും ഒരു സ്ഥലമെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളാണ്. ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് പോകുന്നതിനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എയർപോർട്ട് തിരുവനന്തപുരം എയർപോർട്ട് ടച്ച് ചെയ്തിട്ട് അവർ പോകുന്ന തിരുനെൽവേലി തെങ്കാശി അങ്ങനെയുള്ള ഏരിയയിൽ ചെങ്കോട്ട ഭാഗത്തേക്കെല്ലാം പോകുന്നവർക്ക് അതിനെക്കാട്ടിൽ എളുപ്പം ബൈ റോഡിൽ എളുപ്പം പോകാൻ നിൽക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള റോഡുകളിലെ ഗതാഗതം കുരുക്കുണ്ടാകത്തില്ല. അതേസമയം നമ്മൾ മറ്റുള്ള ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പം മലയോര ഹൈവേ എന്ന് പറയുന്ന ഒരു റോഡ് മാത്രമാണ് ചെറുവള്ളിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ ആ എയർപോർട്ടിനുള്ളത്. വേറെ ഒരു കണക്റ്റഡ് റോഡുമില്ല, ഒരു റോഡുമില്ല. ഇപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോട്ടയം എരുമേലി റോഡെന്നുള്ളതും അല്ലാതെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാനാവശത്തേക്കും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിൽ റോഡെന്ന് പറയുന്നത് ഓൾറെഡി നിലവിലുണ്ട്. അപ്പം ബാക്കിയുള്ള ഇവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. സർക്കാരിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ പോലും മുടക്കാതെ റവന്യൂ ഭൂമിയാണ് കൈ കിട്ടുന്നത്. അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രാന്തപ്രദേശങ്ങൾ കേരളത്തിൻ്റെ കിഴക്കൻ മേഖല മുഴുവൻ നല്ല രീതിയിൽ വികസനം കാണാനായിട്ട് ഒക്കുന്നൊരു ഒരു പദ്ധതിയാണ് ഈ പ്രദേശത്ത് ഈ എയർപോർട്ട് വരുന്നതുകൊണ്ട് നമുക്ക് സാധിച്ചു കിട്ടുന്നത്. അതിനായിട്ട് മുന്നേ വരണമെന്നുള്ളതാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു ആവശ്യം. എൻ്റെ പേര് തുളസീധരൻ. ഞാൻ കൊടുമണ്ണ് നിവാസിയാണ്. അതുപോലെ തന്നെ കൊടുമൺ വിമാനത്താവള ആക്ഷൻ കൗൺസിലിൻ്റെ കമ്മിറ്റി അംഗവുമാണ്. ഈ കൊടുമണ്ണ് എയർപോർട്ട് ഇവിടെ വരുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് പറയാൻ കാരണം തന്നെ ഇവിടെ ഏവിയേഷൻ്റെ, അതായത് എയർപോർട്ട് ഏവിയേഷൻ അതോറിറ്റീസ് ഇവിടെ വന്ന് ഈ സ്ഥലപരിശോധന നടത്തി. അപ്പോൾ അവരിത് പരിശോധിച്ചപ്പോൾ കണ്ടത് ഇവിടെ 3000 ഏക്കർ സ്ഥലം, നിരപ്പായ സ്ഥലം പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ റവന്യൂ ഭൂമി ഇവിടെ ഉണ്ട്. അത് 2 റൺവേക്കുള്ള സ്ഥലം ഉണ്ടെന്നാണ് ഏവിയേഷൻകാർ ഇവിടെ പഠനം നടത്തിയിട്ട് പറഞ്ഞത്. മറ്റൊരു സ്ഥലത്തും കേരളത്തിൽ ഇത്രയും അനുയോജ്യമായ സ്ഥലം വേറൊരിടത്തില്ല. അതായത് 2 റൺവേക്കുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ദുബായ് എയർപോർട്ട് അതോറിറ്റീസും ഈ സ്ഥലം പരിശോധിച്ചു, ഇവിടം പരിശോധിച്ചു, എരുമേലി അവർ അവിടെയും പോയി. ഇവിടെ പരിശോധിച്ചപ്പോൾ അവർക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം കൊടുമണ്ണാണെന്നാണ് അവരുടെ അഭിപ്രായം. ഇവിടെ എങ്ങനെയാണ് പരിശോധനയ്ക്ക് എത്തിയത് അവർ? ഇവർ നമ്മുടെ എയർപോർട്ട് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവാസി കൂട്ടായ്മയുണ്ട്, അവരുടെ ആൾക്കാരാണ് ഇവിടെ വന്നത്. അവരുടെ നിർദ്ദേശപ്രകാരം എയർപോർട്ട് അതോറിറ്റീസ് ഇവിടെ സ്ഥലം സന്ദർശിച്ചു, അവർ ഈ സ്ഥലങ്ങൾ പരിശോധിച്ചു. എരുമേലിയിലും പോയി. എരുമേലിയിൽ എന്ന് പറയുമ്പോൾ അത് ഫോറസ്റ്റ് ഏരിയയാണ്. അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളില്ല, അവിടെ റോഡുകളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, ഹോസ്പിറ്റലുകളില്ല, ഹോട്ടലുകളില്ല. കൊടുവൺ എന്ന് പറയുമ്പോൾ പിറ്റോടിയിട്ടും റോഡുണ്ട്, 4 മെഡിക്കൽ കോളേജുണ്ട്, പിന്നെ 4-5 പിന്നെ സർക്കാർ സൗകര്യങ്ങളെല്ലാം തന്നെ എല്ലാം ഉണ്ട്. ചുറ്റോടിയിട്ടും റോഡ് പ്രവാസികളുടെ ഏറെ ആവശ്യമാണെന്ന് തോന്നുന്നു. പ്രവാസികൾക്ക് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള സ്ഥലമാണ്. അവരെ സംബന്ധിച്ച് അവർ വളരെ ദുരിതം അനുഭവിക്കുകയാണ് മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ. എയർപോർട്ടിൽ ടിക്കറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. അവരുടെ കൂട്ടായ്മയുണ്ട്, എല്ലാ കൂട്ടായ്മയും അവരെല്ലാം പ്രവാസികളെല്ലാം ഇതിന് സിയാൽ മോഡലിൽ ഈ പൈസ മുടക്കി ഇവിടെ എയർപോർട്ട് വരുവാണെങ്കിൽ അവരിനകത്ത് അവരുടെ കോൺട്രിബ്യൂഷൻ മുഖേന ഇവിടെ ഈ എയർപോർട്ട് കൊണ്ടുവരാൻ അവർ തയ്യാറാണ്. സർക്കാരിന് ഇതിനെക്കുറിച്ച് അറിയാം, സർക്കാരിനറിയാം ഇത് ഏറ്റവും അനുയോജ്യമായ ഭൂമിയാണ്. സർക്കാർ എരുമേലി പല പ്രാവശ്യവും പഠന വിധേയമായിട്ടിട്ടും ഇവിടത്തെ കാര്യത്തിന് വേണ്ടി അവരത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട്, ഞങ്ങൾക്കിടെ പ്രയാസം ഇത് തന്നെയാണ്. ഇവിടെ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കൊണ്ടും ജനങ്ങൾക്ക്, പത്തനംതിട്ട ജില്ലക്കാർക്ക് ഏറ്റവും പ്രയോജനപ്രദമാവും. അതുപോലെ തന്നെ സർക്കാരിന് ഈ വിഴിഞ്ഞം പദ്ധതി എന്നതുപോലെ തന്നെ ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ആ സർക്കാരിന് ഏറ്റവും അവരുടെ ശിരസിൽ ഒരു പൊൻതൂവലായിട്ട് മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. 6 മാസമേ ഉള്ളൂ സർക്കാർ. ഇനിയിപ്പോൾ ഇത് ഈ 6 മാസം എന്നല്ല, ഇതിനൊരു ഈ ഒരു പദ്ധതിക്ക് സർക്കാർ അനുമതി നൽകി കഴിഞ്ഞാൽ 2 കൊല്ലക്കാലം കൊണ്ട് ഇവിടെ ഈ എയർപോർട്ട് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും, എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അത് ഏതെങ്കിലും ഒരു സർക്കാർ അവർ കൊണ്ടുവന്നാൽ, ഏത് സർക്കാർ വന്നാലും അവർക്കൊരു പ്ലസ് പോയിൻ്റായിട്ട് മാറുമെന്നുള്ളതാണ്. വിഴിഞ്ഞം പദ്ധതി പോലെ തന്നെ വലിയൊരു ജനസ്വീകാര്യമായ ഒരു പദ്ധതിയായിട്ട് ഇത് മാറും. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലവസരങ്ങളുണ്ടാവും. ഈ നാടിൻ്റെ വളർച്ചയ്ക്കും, അതുപോലെ പത്തനംതിട്ട ജില്ല ഉൾപ്പെടെ കൊല്ലം, തമിഴ്നാടിന് വരെ, ഇപ്പോൾ ഈ പുനലൂർ കഴിഞ്ഞാൽ തെങ്കാശി, പിന്നെ അതുപോലെ തമിഴ്നാട് ഏരിയയാണ്, അവർക്കും ഇവിടെ വരുന്നതാണ് ഏറ്റവും അനുയോജ്യമായ സ്ഥലം, ഏറ്റവും സൗകര്യപ്രദമായിരിക്കും. ഇതിൽ വിദേശ മലയാളികൾ ഇതിനകത്തിൽ നല്ലൊരു ഷെയർ മുടക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്.
അത് നമുക്ക് ഏറ്റവും നല്ല പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്. അതങ്ങനെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എരുമേലിയിൽ പിന്നെ എയർപോർട്ട് വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റുപാടും കിടക്കുന്ന വനത്തിൽ വന്യമൃഗങ്ങൾ ഒരുപാടുണ്ട്. അതിനെല്ലാം നാശം ഉണ്ടായിക്കൊണ്ടിരിക്കും. എയർപോർട്ടിൻ്റെ ഈ പ്ലെയിൻ വന്നിറങ്ങി അടിക്കുകയും ചെയ്യുന്ന സൗണ്ടും ഉണ്ട്. അത് വലിയൊരു കാര്യമാണ്. അതിനേക്കാളും ഏറ്റവും സൗകര്യം ഈ അടുത്തെങ്ങും വനമില്ല, നല്ല സൗകര്യപ്രദമായ സ്ഥലമാണ്. അതുകൊണ്ട് ഇതിൽ ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇതിനകത്തിൽ മുൻകൈ എടുക്കണം. അതുകൊണ്ട് ഈ നാടിനും ഗവൺമെൻറ്റിനും നല്ല പ്രയോജനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഏതായാലും എരുമേലിയിൽ സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ കൊടുമൺ നിവാസികളുടെ വർഷങ്ങളായുള്ള ആവശ്യമാണ്. കൊടുമൺ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ അധീനതയിലുള്ള ഈ വസ്തു ഏറ്റെടുക്കണം, അത് വിമാനത്താവള പദ്ധതിക്ക് അനുയോജ്യമാണ്. അതിനായി നിരവധി സമര പോരാട്ടങ്ങൾ അവിടെ നടത്തിയതാണ്, നിയമ നടപടികളുമായി മുൻപോട്ട് പോയതാണ്. ഈ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ അത് ഏത് സർക്കാർ വന്നാലും ഇവിടെ ഈ ഇത്തരത്തിൽ വിമാനത്താവള പദ്ധതി കൊണ്ടുവരുവാണെങ്കിൽ അത്തരത്തിൽ വലിയൊരു കാര്യമായിരിക്കും, നേട്ടമായിരിക്കുമെന്ന് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.